നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അപ്പോ നാളെ കഴിഞ്ഞ് എങ്ങനെയാ പരിപാടി? കൂടും കുടുക്കയൊക്കെ എടുത്ത് തിരിച്ചു പോവല്ലേ? തോറ്റു പിന്മാറി ഒളിച്ചോടണമെന്ന് അല്ലേ? അങ്ങനെ ഈ ശിവാനി അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യല്ലേ ആന്റി. ഒരു കാര്യം ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ നേടിയിരിക്കും. നാളത്തെ ദിവസം കഴിഞ്ഞാൽ ഗൗതമിന് നിനക്ക് കിട്ടണമെങ്കിൽ നിധിയെ കൊല്ലേണ്ടി വരും നിനക്ക്. വേണ്ടി വന്ന അതിന് മടിക്കില്ല ഞാൻ. എന്താ ആന്റിക്ക് സംശയമുണ്ടോ ഞാൻ അങ്ങനെ ചെയ്യില്ലെന്ന്? കൊന്നേ പറ്റുമെങ്കിൽ കൊല്ലും, കൊന്നൊഴിവാക്കും. അതിന് കൂടെ നിൽക്കാൻ ധൈര്യം ഉണ്ടോ നിനക്ക്? ധൈര്യം എന്ന് പറയുന്നത് ഓരോരുത്തരുടെ അവസ്ഥ ഉണ്ടാക്കി തരുന്നത്. ആന്റി പ്ലാൻ ചെയ്, പിന്നിലല്ല മുന്നിലുണ്ടാവും ഞാൻ. നിന്റെ വഴിയെ തന്നെയാ എന്റെ ചിന്തയും പോയത്. വെറും തട്ടിക്കൊണ്ടുപോകലും മയക്കി കിടത്തലും കൊണ്ടൊന്നും ഈ താലികെട്ട് മുടക്കാനാവില്ല. അത് വേണ്ടെന്നേ, തീർത്തു കളയാൻ നമുക്ക് അവളെ. എങ്കിൽ എന്റെ കയ്യിലൊരാളുണ്ട്. കിഡ്നാപ്പിങ്ങിനേക്കാൾ ദേവക്കിഷ്ടം ശവം പോലും പുറത്ത് കാണാത്ത വിധം ആളെ തീർക്കുന്നതാ. നാളെ ഹോട്ടലില് ആഘോഷത്തിന് അരങ്ങൊരുങ്ങണം. പക്ഷേ ഗൗതമിന് താലി കെട്ടാൻ നിധി ജീവനോടെ ഉണ്ടാവില്ല. അത് നടക്കൂ ആന്റി? നടക്കും, നടത്തിയിരിക്കും ഈ വസുന്ധര. ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്ക്. ഇന്നൊരു ദിവസമെങ്കിലും നീ വീട്ടിലൊന്ന് അടങ്ങിയിരിക്കേ. എന്തെല്ലാം കാര്യങ്ങളാ നാളെ ചെയ്തു തീർക്കാനുള്ളതെന്നറിയോ? എന്റെ അച്ഛ ഒന്ന് ടെൻഷൻ അടിക്കാതിരിക്കേ. നാളത്തേക്കുള്ള എല്ലാ കാര്യങ്ങളും സെറ്റാണ്. ചേട്ടനെയും നിധി ചേച്ചിയും കൊണ്ട് കൃത്യസമയത്ത് നമ്മൾ ഹോട്ടലിൽ എത്തിയാൽ മാത്രം മതി. താലികെട്ടൊക്കെ ഹോട്ടലിൽ നടക്കും. അവിടുത്തെ കാര്യങ്ങളൊക്കെ ഈവന്റ് മാനേജ്മെന്റ് നോക്കുകയും ചെയ്യും. പക്ഷെ അതല്ലല്ലോ കാര്യം. വേറെ എന്ത് കാര്യ ചെയ്യാനുള്ളത്? അച്ഛൻ ഒരെണ്ണം പറ. നിധിയുടെയും ഗൗതമിന്റെയും പേരിൽ അമ്പലത്തിൽ പൂജയ്ക്ക് കൊടുത്തോ? പൂജ അത് ഞാൻ കണ്ടോ ഏതെങ്കിലും ഒരെണ്ണം പറയാന്ന് വെല്ലുവിളിച്ചവനാ കിടന്ന് പരുങ്ങുന്നത്. പരിങ്ങിയൊന്നും അല്ല. അമ്പലത്തിലെ കാര്യമൊന്നും നോക്കുന്നത് ഞാനല്ലല്ലോ, അമ്മയല്ലേ. ഇനി അതിന്റെ പേരിലൊരു തർക്കം വേണ്ട. പൂജയ്ക്കൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. കേട്ടല്ലോ, അത് കൃത്യമായിട്ട് അമ്മ ചെയ്തു. മറ്റുള്ളവരുടെ ഡിപ്പാർട്ട്മെന്റില് ഞാൻ വെറുതെ തലയിടാറില്ല. അതാണ് എന്റെ ഒരു പോളിസി. പോളിസിയൊക്കെ അവിടെ നിൽക്കട്ടെ. നാളെ രാവിലെ നീ തന്നെ പോയി അമ്പലത്തിൽ നിന്ന് ആ പ്രസാദം ഇങ്ങ് വാങ്ങിക്കൊണ്ട് വരണം. അപ്പൊ ഒരു ഡ്യൂട്ടിയും കൂടി ആയല്ലോ. അത് നാളെ അല്ലേ? അത് ഓക്കെ. ഇന്ന് നിനക്ക് പണിയുണ്ട്. എന്തായാലും നീ ആ ഹോട്ടലിലൊന്ന് പോണം. അവിടുത്തെ ഒരുക്കങ്ങളൊക്കെ ഒന്ന് നോക്കണം. അതാണ് ഞാൻ പറഞ്ഞത്. മുഹൂർത്ത സമയത്ത് അതില്ല ഇതില്ല എന്ന് പറഞ്ഞ് കിടന്ന് ഓടേണ്ടി വരരുത്. ഭക്ഷണം കഴിക്കുന്നതിനിടയിലും ഏതോ സീരിയസ് ഡിസ്കഷൻ ആണെന്ന് തോന്നുന്നു. 2 ഫംഗ്ഷൻ ഒരുമിച്ച് നടക്കുകയല്ലേ വസു, അതിന്റെ ഒരു ടെൻഷനുണ്ട്. 2 അല്ലല്ലോ, 3 ഫംഗ്ഷൻ അല്ലേ? ആദ്യം ബർത്ത്ഡേ ഫംഗ്ഷൻ, അത് കഴിഞ്ഞ് താലികെട്ട്. ഇന്ന് രാത്രി ശാന്തി മുഹൂർത്തത്തിന് വേണ്ടിയുള്ള അറേഞ്ച്മെന്റ്സും ആ ഹോട്ടലിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അയ്യോ, അതെല്ലാം മാറി. ശാന്തി മുഹൂർത്തം ഇവിടെ വെച്ച് മതിയെന്നാ തീരുമാനം. തീരുമാനമോ? അങ്ങനെ ആര് തീരുമാനിച്ചു? ഏട്ടൻ അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോ ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്തു, അത്രേ ഉള്ളൂ. അനിയനും ചേട്ടനും ചേർന്ന് ആദ്യമായിട്ട് നല്ലൊരു തീരുമാനം എടുത്തു അല്ലേ വസു? നാളത്തേക്ക് നമ്മളായിട്ട് എന്തെങ്കിലും ഏർപ്പാടുകൾ നോക്കേണ്ടതുണ്ടോ വസു? അതൊന്നും ഓർത്ത് ആരും ടെൻഷൻ ആവണ്ട. ഒന്നിനും ഒരു കുറവും വരാതെ ഈ ഫംഗ്ഷൻ ഭംഗിയാക്കാനുള്ള ഉത്തരവാദിത്വം എനിക്ക് വിട്ടേക്ക്. എന്റെ ഗൗതമിന്റെ ജീവിതമല്ലേ, അതിലെന്തെങ്കിലും ഒരു തകരാറ് സംഭവിക്കാൻ ഞാൻ അനുവദിക്കോ? അവൻ ഒരു വിഷമവും ഉണ്ടാവരുത്. അവന്റെ കണ്ണൊന്നും നനഞ്ഞാ പോലും എനിക്ക് വേദനിക്കും. ഞാനിപ്പോ പോകുന്നത് പോലും അവന് വേണ്ടിയാ. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കെ. വസു ഇങ്ങനെ മുന്നിൽ നിൽക്കുമ്പോ പേടിക്കാനൊന്നുമില്ല അല്ല ഗോപിയേട്ട? വാ ശിവാനി, നമുക്ക് പോയിട്ട് വരാം.
എന്റെ ഭഗവാനെ എല്ലാം ഭംഗിയാക്കി തരണേ. അത്രയ്ക്ക് നന്ദിയില്ലാത്തവനാണ് ഞാനെന്ന് മേഡത്തിന് തോന്നുന്നുണ്ടോ? മേഡം ഒരു കോൾ ചെയ്തിട്ട് കാണണമെന്ന് പറഞ്ഞ അല്ലെങ്കിൽ വരണമെന്ന് പറഞ്ഞ അതിപ്പോ ഏത് നരകത്തിലേക്കാണെങ്കിലും ഞാൻ വന്നിരിക്കും. ജയിലിൽ കിടന്ന കള്ളഫോണിൽ ഞാനൊരു കോൾ ചെയ്തപ്പോ എന്നെ ഇറക്കാൻ വക്കീലിനെ ഏർപ്പാടാക്കിയത് അങ്ങ് സുപ്രീം കോടതിയിൽ നിന്നായിരുന്നു. കൂട്ടിലകപ്പെട്ട സിംഹത്തിന് ഇറച്ചി വിളമ്പി കൊടുത്തവനേക്കാൾ കടപ്പാട് അതിനെ തുറന്നു വിട്ടവനോടായിരിക്കും. മറക്കില്ല, അതാണ് ഈ ദേവനാരായണൻ. നിന്നെ ആവുമ്പോ എനിക്ക് വിശ്വസിക്കാം. ചെയ്യാൻ പറ്റുന്നതേ ഏൽക്കൂ. ഏൽക്കുന്നത് ചെയ്യുകയും ചെയ്യും. മേഡം പറഞ്ഞു പേര് നിധി, ആള് മരുമകളാണ്. എന്താ വേണ്ടത്? പിടിച്ച് എവിടെയെങ്കിലും കൊണ്ടുപോയി പൂട്ടിയിടണോ? എത്ര നാളത്തേക്ക്? ദിവസങ്ങളോ മാസങ്ങളോ അതോ വർഷങ്ങളോ? അതും പോരെങ്കിൽ ആയുസ് തീരും വരെ പുറം ലോകം കാണിക്കാതെ ഇരുട്ടറിൽ അടയ്ക്കണോ അവളെ ഞാൻ? അതോ കൊന്നു തള്ളണോ? നിധിയെ കൊന്നുകളയുന്നതാണ് നല്ലത്. ഞാൻ പറഞ്ഞത് ആന്റിയുടെ കൂടെ തീരുമാനാ. നിധി എന്നൊരുത്തി ഇനി ഈ ഭൂമുഖത്തുണ്ടാവാൻ പാടില്ല. പറ്റുമോ നിങ്ങൾക്ക്? കൊന്നു തള്ളണമെന്ന് ചോദിച്ചല്ലേ ഞാൻ അങ്ങോട്ട്. ദേവ, പിന്നീട് അതൊരു പ്രശ്നമായിട്ട് വരരുത്. അന്വേഷണം വരും, കുഴപ്പമുണ്ടാവും. ഒരു കുഴപ്പമില്ല മാഡം. കേരളത്തിലെ സകല പോലീസും ഇറങ്ങി അന്വേഷിച്ച് ഒടുവിൽ കൊലപാതകം എന്നിലേക്ക് എത്തിയാലും മറ്റൊരാളെയും ചൂണ്ടിക്കാണിച്ചു കൊടുക്കാതെ അത് ഞാനും സ്വയം ഏറ്റെടുത്താ പോരെ? മേഡത്തിന് വേണ്ടി ഞാനത് ചെയ്യും. പറ, എവിടെ നിധിയുള്ളത്? ഇന്നിനി ഒന്നും നടക്കില്ല. അവള് വീട്ടിലാ. ഇനി പുറത്തിറങ്ങുന്നത് നാളെ ഹോട്ടൽ ORKൽ വെച്ച് നടത്തുന്ന ഫംഗ്ഷന് വേണ്ടി മാത്രമായിരിക്കും. അവിടെ അവളെ തനിച്ചു കിട്ടാൻ പാടായിരിക്കും. പക്ഷെ എങ്ങനെയെങ്കിലും ആ ശല്യത്തിന് നാളെ കൊണ്ട് ഒഴിവാക്കി തരണം. ഹോട്ടൽ ORK അവിടെ വെച്ച് പാടാണ്. പാടാണെന്ന് മാത്രമല്ല, എന്റെ മോൻ, അവളുടെ ഭർത്താവ് ഗൗതം 24 മണിക്കൂറും അവളുടെ കൂടെ കാണും. ഒരു കയ്യബദ്ധം കൊണ്ടുപോലും അവനൊരു പോറൽ പോലും ഏൽക്കരുത്. ആ, അത് ശരിയാ. ഗൗതം സേഫ് ആയിരിക്കണം. അങ്ങനെ വേണം പരിപാടി പ്ലാൻ ചെയ്യാൻ. പദ്ധതി നടപ്പാക്കുന്നത് ആ ഹോട്ടലിന് പുറത്തു വെച്ചായാലോ? അതെങ്ങനെ നടക്കും? നാളെ അവളെ ഒറ്റയ്ക്ക് കിട്ടുന്ന കാര്യം സംശയമായിരിക്കും. നിധിയെ ഞാൻ ഹോട്ടൽ ORKൽ നിന്നും ഒറ്റയ്ക്ക് തന്നെ ദേവിയുടെ കയ്യിൽ എത്തിച്ചാലോ? എങ്കിൽ നാളെ നിധിയുടെ അവസാന ദിവസമായിരിക്കും. അവളെ എവിടെ കൊന്നുകുഴിച്ചു മുടിയെന്ന് ഒരാളും അറിയില്ല. ഒരു മിസ്സിംഗ് കേസ് കുറച്ചുനാൾ അന്വേഷിക്കും. പിന്നെ ആ ഫയൽ കോൾഡ് സ്റ്റോറേജിലായിരിക്കും. അല്ലാണ്ടി ഈ ഫംഗ്ഷനിടയിൽ നിന്ന് നിധി എങ്ങനെ പുറത്തിറക്കും? അതും ഒറ്റയ്ക്ക്. നാളെ അവള് താലികെട്ടിനും ബർത്ത്ഡേ ആഘോഷത്തിനുമായി എല്ലാവർക്കുമൊപ്പം ഹോട്ടൽ ORKലെത്തും. പക്ഷെ അവിടെ വെച്ച് പെട്ടെന്ന് അവൾക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരവസ്ഥ ഞാൻ ഉണ്ടാക്കിയിരിക്കും. പിന്നെയെല്ലാം ദേവനാരായണന്റെ കയ്യിലാ. തീർത്ത് തന്നേക്കണോ അവളെ? നിങ്ങളുടെ ചർച്ചയുടെ ഗൗരവം കണ്ടപ്പോ നാളെ താലികെട്ടിന്റെ സമയമായാലും അത് അവസാനിക്കില്ല എന്നാ ഞാൻ കരുതിയത്. പാറുവിന്റെ സ്വഭാവം അങ്ങനെയാ. എല്ലാ കാര്യങ്ങളിലും ടെൻഷനാ. അത് ശരിയായി കാണുവോ? നാളെ നമ്മൾ ചെല്ലുമ്പോ ഹോട്ടൽ അവിടെ കാണുവോ? അച്ഛനും അക്കാര്യത്തിൽ ഒട്ടും മോശക്കാരനല്ല. എല്ലാം ഒന്ന് അവസാനിച്ചു വരുമ്പോ യാമിനി പുതിയ എന്തെങ്കിലും കുത്തിവെക്കേണ്ടി വരും. നാളത്തെ ഒരു ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുന്നത് നമ്മൾ മാത്രമല്ലല്ലോ ഗൗതം. ഈ ചടങ്ങൊന്ന് നടന്നു കിട്ടാൻ അമ്മ നടത്തിയ പ്രാർത്ഥനയും വഴിപാടും ചില്ലറയല്ല. എന്റെ മോൻ പ്രാർത്ഥിച്ചിട്ട് കിടന്നുറങ്ങാൻ നോക്ക്. നാളെ നേരത്തെ എഴുന്നേൽക്കാനുള്ളതാ. ഞാനും കിടക്കട്ടെ. അയ്യോ, ഞാനൊരു കാര്യം പറയാൻ മറന്നു. ഐ ലവ് യു എന്നാണോ? അയ്യടാ. അതെ, നാളത്തെ നമ്മുടെ ഫംഗ്ഷനിൽ ഒരു VIP ഗസ്റ്റ് വരുന്നുണ്ട്. VIPയോ? അതാര്? ഞാൻ ക്ഷണിച്ച എനിക്ക് വേണ്ടപ്പെട്ട ഒരേ ഒരാള്.
അത് ആരാന്ന് പറയടോ? ഐ, അത് സർപ്രൈസ്. ആ ആഹാ ആളാരാണെന്ന് നാളെ കണ്ടാ മതി. സസ്പെൻസ് ഇടല്ലേ. പറയില്ല പറയില്ല പറയില്ല.